പശ്ചിമേഷ്യയെ വിറപ്പിച്ച് ഇറാൻ ഇസ്രയേൽ സംഘർഷം 4ാം ദിവസവും തുടരുകയാണ്. ഇറാനിയൻ മിസൈൽ ആക്രമണത്തിൽ ടെല്ലവീവിലെ US എംബസി ഓഫീസിന് കേടുപാടുണ്ടായി. എംബസി തൽക്കാലത്തേക്ക് അടച്ചു. ഇസ്രയേലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 19ആയി. ഇറാന്റെ സവിശേഷ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിന്റെ ഇന്റലിജൻസ് മേധാവി ഇന്നലെ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അഗസ്റ്റ് സെബാസ്റ്റ്യനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അഗസ്റ്റ് സെബാസ്റ്റ്യൻ, ഇപ്പോൾ ഈ ഒരു 4ാം ദിവസവും സംഘർഷം അതിരൂക്ഷമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള സംയമനത്തിനുള്ള മാർഗങ്ങൾ തേടുന്നുണ്ടോ? അതുപോലെ തന്നെ ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിച്ചത്? സ്വാതി, ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യവുമായി റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഒരു അടിയന്തര യോഗം, അതിൻ്റെ ഗവർണേഴ്സ് ബോർഡിൻ്റെ അടിയന്തര യോഗം ഇപ്പോൾ ഉടൻ തന്നെ വിയന്നയിൽ ചേരുമെന്ന വിവരമാണ് ആദ്യം തന്നെ പറയാനുള്ളത്. ഈ മീറ്റിങ്ങിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഇറാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ, അതായത് നയതന്ത്രപരമായി പിന്തുണയ്ക്കുന്ന റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഇപ്പോൾ IAEA ഒരു ഗവർണേഴ്സ് ബോർഡ് യോഗം അടിയന്തരമായി വിളിച്ചത്. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഇസ്രയേൽ ഇറാനിൽ ആരംഭിച്ചിട്ടുള്ള ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന് പറയുന്ന അവരുടെ ആണവ ആയുധ നിർമ്മാണത്തിലേക്ക് അവർ അടുക്കാതിരിക്കാൻ എന്ന പേരിൽ നടക്കുന്ന ആണവ കേന്ദ്രങ്ങൾക്കും അവരുടെ ഊർജ്ജ സംവിധാനങ്ങൾക്കും സൈനിക സംവിധാനങ്ങൾക്കുമൊക്കെ നേരെ നടത്തുന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ IAEAയുടെ ഗവർണേഴ്സ് ബോർഡ് യോഗം പെട്ടെന്ന് വിളിച്ചിരിക്കുന്നത്. അതിൽ ഇത് നാം മനസ്സിലാക്കേണ്ടത്, പ്രസ്താവനകളിലൊക്കെ തന്നെ അതിൻ്റെ സംയമനം ഇല്ല എങ്കിൽ പോലും ബാക്ക്ഡോറിലൂടെ ഇറാൻ ഒരു സമവായത്തിന് ശ്രമിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമായി നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ യോഗം വേഗം വിളിപ്പിക്കാൻ ഒരു സമ്മർദ്ദം ചൈനയെ കൊണ്ടോ റഷ്യയെ കൊണ്ടോ നടത്തിക്കുന്നതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാവും. കാരണം അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇറാന് ഇസ്രയേൽ ആക്രമണത്തെ അപലപിക്കുന്ന ഒരു പ്രമേയം അവിടെ പാസ്സാക്കണം, പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇറാൻ നടത്തുന്നത്. അതേസമയം ആ പ്രമേയം അവിടെ പാസ്സാകാനുള്ള സാധ്യത കുറവാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ നടക്കുന്ന ഈ സംഘർഷം തന്നെ IAEAയുടെ ചില കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എന്നതുകൊണ്ടാണ് അത്. കാരണം IAEA ആണ് നേരത്തെ 20 വർഷത്തിനിടെയാണ് അത് പല ഘട്ടങ്ങളിലും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ ആണവ നിലയങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പരിശോധന പല ഘട്ടങ്ങളിൽ അനുവദിച്ചിട്ടുള്ളതാണ്. അപ്പോഴൊക്കെയും ഇറാൻ അവകാശപ്പെട്ടിരുന്നത് അവർ ആണവായുധം ഉണ്ടാക്കുന്നില്ല, ഊർജ്ജ ആവശ്യങ്ങൾക്കും മറ്റ് സിവിലിയൻ പർപ്പസസിനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന അവകാശവാദമാണ് അവർ ഉന്നയിച്ചിരുന്നതെങ്കിലും ഈ അടുത്ത കാലത്താണ് IAEA സമ്മതിച്ചത്. അതായത് ഈ ജൂൺ 13 മുമ്പ് 1-2 ദിവസങ്ങൾക്ക് മുമ്പാണ് IAEA അവരുടെ ഗവർണേഴ്സ് ബോർഡ് യോഗത്തിൽ അത്തരത്തിൽ പ്രമേയം കൊണ്ടുവരികയും ഇറാൻ അതിൻ്റെ യുറേനിയം എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്നത് വെപ്പൺ ഗ്രേഡിലേക്ക്, അതായത് ആയുധത്തിലേക്ക് എത്തുന്ന രീതിയിൽ അവർ അതിൻ്റെ ശുദ്ധീകരണം നടത്തിക്കഴിഞ്ഞു. 60% എത്തി. അല്പം കൂടി കടക്കുന്നതോടുകൂടി അത് U-235 എന്ന് പറയുന്ന യുറേനിയത്തിൻ്റെ ശുദ്ധീകരിച്ച അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ആയുധമായി മാറി. ഈ കാര്യം ഉന്നയിച്ചാണ് ഇപ്പോൾ ഇസ്രയേൽ അത് അവരുടെ നിലനിൽപ്പിന് ഭീഷണിയാണ് എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് ഇറാനിലുള്ള വിവിധങ്ങളായിട്ടുള്ള ആണവ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയത്. അപ്പോൾ ഇതാണിപ്പോൾ IAEAയുടെ ഈ ഗവർണേഴ്സ് ബോർഡ് യോഗത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി. അതാണ്. അവർ ഒരു മീറ്റിംഗ് ചേരാൻ പോകുന്നു. അതിൽ മറ്റു പല കാര്യങ്ങളും ചർച്ച ചെയ്യും. കാരണം നെതാൻസ് അടക്കമുള്ള ഇറാനിലെ നെതാൻസ് അടക്കമുള്ള ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. അവിടുത്തെ റേഡിയേഷൻ സാധ്യതകൾ പരിശോധിക്കും. നേരത്തെ അങ്ങനെ റേഡിയേഷൻ ഇല്ല എന്നാണ് IAEA പറഞ്ഞിട്ടുള്ളത്. എങ്കിൽ പോലും എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഇസ്ഫഹാനിലേക്ക് ആക്രമണം നടന്നിട്ടുണ്ട്, ഫോർദോയിൽ ആക്രമണം നടന്നിട്ടുണ്ട്. ഈ ആണവ കേന്ദ്രങ്ങളിലൊക്കെ നടന്നിട്ടുള്ള ആക്രമണം, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന കാര്യങ്ങളൊക്കെ തന്നെയും IAEA പരിശോധിക്കുമെന്നാണ് നാം മനസ്സിലാക്കുക. ഒപ്പം തന്നെ ഈ വെള്ളിയാഴ്ച മുതൽ ആരംഭിച്ചിട്ടുള്ള ഈ ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. ഇന്നലെയാണ് ഞായറാഴ്ച രാത്രിയോടുകൂടിയാണ് ഇസ്രയേൽ സർഫസ് ടു സർഫസ് മിസൈൽ ആക്രമണം ഇറാനിലെമ്പാടും വ്യാപിപ്പിച്ചത്. അവർ ഇന്നലെ ഓരോ അറ്റാക്കിലും അവർ ഓരോരോ ടാർഗറ്റുകളാണ് ലക്ഷ്യം വെക്കുന്നത്, സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇന്നലത്തെ ആക്രമണം അവർ പ്രധാനമായും ലക്ഷ്യം വെച്ചിട്ട് ഓയിൽ ഡിപ്പോകളെയും മറ്റ് ഊർജ്ജ കേന്ദ്രങ്ങളെയും ഒക്കെ തന്നെയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ എല്ലാ മേഖലകളെയും തളർത്തിക്കളയുക എന്ന. ശരി സെബാസ്റ്റ്യൻ, എന്തായാലും വലിയ തരത്തിൽ സംഘർഷം രൂക്ഷമാകുന്നു എന്നുള്ളതാണ് ഓരോ ദിവസം കഴിയുമ്പോഴും. ഇന്നിപ്പോൾ 4ാം ദിവസമാണ്. ഇന്നും സംഘർഷം രൂക്ഷമായി തന്നെ തുടരുകയാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷം. ഇറാനിയൻ മിസൈൽ ആക്രമണത്തിൽ ടെല്ലവീവിലെ US എംബസി ഓഫീസിന് കേടുപാടുണ്ടായി എന്നുള്ള ഒരു വിവരം കൂടിയാണ് ഇന്നിപ്പോൾ പുറത്ത് വരുന്നത്.